കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഇതെന്ത് ഇത്തരം കളിപ്പാട്ടങ്ങൾ? ഇപ്പോഴും കൊച്ചുകുട്ടികളെ പോലെ പാവകളെ വെച്ച് കളിക്കുക? അയ്യോ, അങ്ങനെയൊന്നുമില്ല. അത് ചെറുപ്പത്തിൽ എന്റെ അമ്മ തന്നതാ. അമ്മയുടെ ഓർമ്മയ്ക്കായി സൂക്ഷിച്ചിരിക്കുക. അച്ഛന്റെ പേരും നമ്മുടെ വീട്ടുപേരും ആണ് അതിൽ എഴുതിയിരിക്കുന്നത്. ഈ പേരും വീട്ടുപേരൊക്കെ നിനക്ക് എങ്ങനെ കിട്ടി? ചേട്ടൻ അദ്ദേഹത്തെ അറിയോ? ഇതെങ്ങനെ നിങ്ങളുടെ കൈ വന്നു പറ. എന്താടാ ദേവാ? എല്ലാരും എന്താ ഇങ്ങനെ അന്തം വിട്ട് നോക്കുന്നത്? അദ്ദേഹത്തെ നിങ്ങൾക്ക് അറിയോ? ആരുടെ പേര് ദേവേട്ടാ? നീ മിണ്ടാതിരിക്കും വൈദി. നീ പറ, ഈ പേരും വീട്ടുപേരും എങ്ങനെ നിന്റെ കയ്യിൽ വന്നു? ഇതെന്താണാവോ പുതിയ സസ്പെൻസ്? അതിൽ ആരുടെ പേര് എഴുതിയേക്കുന്നു? എന്തിനാ ദേവനൊരു പരിഭ്രമം? ഞാൻ പറയാം ചേട്ടാ, എന്റെ അമ്മ എന്നെ ചെറുപ്പത്തിൽ അനാഥാലയത്തിൽ ഉപേക്ഷിച്ചു പോയതാന്ന് പറഞ്ഞില്ലേ? പോകുന്നതിന് മുമ്പ് ഇതെഴുതി എൻ്റെ കയ്യിൽ തന്നിരുന്നു. എന്റെ മോളെ കാണാൻ എന്തെങ്കിലും ഒരു ദിവസം ഞാൻ തിരിച്ചെത്തും. ഒരുപക്ഷെ വരാൻ പറ്റിയില്ലെങ്കിൽ ഇതിലെഴുതിയിരിക്കുന്ന ആളെ നേരിട്ട് കണ്ട് അമ്മയുടെ പേര് പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞിട്ടാ അന്ന് അമ്മ അവിടുന്ന് പോയത്. വലിയേട്ടാ, അമ്മ എനിക്കായി ബാക്കി വെച്ചത് ഇത് മാത്രം. ഒരു കടലാസ് കൈ വെച്ചോണ്ട് എന്താ ഒരു പ്രകടനം! മോളുടെ അമ്മയുടെ പേരെന്താ? എന്റെ അമ്മയുടെ പേര് ശാന്താദേവിന്ന്. മോള് ശാന്താദേവിയുടെ മോളാണോ?
ദശരഥ രാമവർമ്മ, ഈ ഞാൻ തന്നെയാ നിന്റെ അമ്മാവനെ മോളെ ഞാൻ. അമ്മാവാ, മോളെ നിന്റെ കുടുംബത്തിൽ നിന്നും കാലങ്ങൾക്ക് മുൻപേ എല്ലാം ത്യജിച്ചൊരു ബന്ധം അതിശീഘ്രം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ്. അതിനെ ഇഴചേർക്കണം ബാലികേ, കരുതലോടെ കൂട്ടിയോജിപ്പിക്കണം. ആ സൽക്കർമ്മ ഫലം ഈ വിപത്തിനെ ദൂരീകരിച്ചേക്കാം. വർഷം മുന്നേ ഈ കുടുംബത്തിലുണ്ടായ ഒരു സംഭവമാണ് ഞങ്ങളെ തമ്മിൽ അകറ്റിയത്. അന്ന് മുതൽ ഇന്ന് വരെ നിന്റെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ എന്നും കാത്തിരിക്കുമായിരുന്നു. ഇത്രയും കാലത്തിന് ശേഷം മോളാണ് ഇവിടെ എത്തിയത്. ശരിക്കും നമ്മുടെ ശാന്തയെ പോലെ ഉണ്ടല്ലേ. എത്ര നാളായിരുന്നു നിന്റെ അമ്മാവൻ ഇങ്ങനെ സന്തോഷിച്ച് കണ്ടിട്ട്. നിന്റെ അമ്മ പോയേ പിന്നെ മാഞ്ഞു പോയ ചിരി ഇന്ന് മോളെ തിരിച്ചു കിട്ടിയത്. എന്റെ അമ്മേ, ഒന്ന് നിക്ക്. അപ്പോഴേക്കും ഛായയെ സാദൃശ്യമൊന്നും നോക്കല്ലേ. സന്തോഷിക്കാനും വരട്ടെ. പെട്ടെന്നൊരാള് കൊട്ടാരം വീട്ടിലെ ദശരഥ രാമവർമ്മയുടെ അനന്തരവളാന്ന് പറഞ്ഞ അങ്ങ് വിശ്വസിക്കാനാ? എന്തുകൊണ്ട് വിശ്വസിച്ചൂടാ? സ്വാമിജി ഇത് തന്നെയല്ലേ പറഞ്ഞത്, അകന്നു പോയൊരു ബന്ധം തിരികെ എത്തുമെന്ന്. സംശയിക്കാനൊന്നുമില്ല. അച്ഛനിൽ നിന്ന് അകന്നു പോയ അനുജത്തിയുടെ ബന്ധം അനുജത്തിയുടെ മകളുടെ രൂപത്തിൽ തിരിച്ചെത്തിയിരിക്കുക അച്ഛാ. പൊട്ടത്തരം പറയല്ലേ. നീ നിന്റെ ഒരു സ്വാമിജി എന്നുവെച്ച് ആരെങ്കിലും ഒരു കടലാസി പേരും എഴുതിക്കൊണ്ടുവന്ന് ദശരഥ രാമവർമ്മയുടെ അനന്തരവളാണെന്ന് പറഞ്ഞ അതിൽ സത്യമുണ്ടോ എന്ന് നോക്കണ്ടെന്നാ? അനുജത്തിക്ക് വേണ്ടി അച്ഛൻ വിഷമിക്കുന്നത് മനസ്സിലാക്കിയ ആരോ ഒരാൾ മനഃപൂർവ്വം കളിക്കുന്ന നാടകമാണെങ്കിലോ? അയ്യോ, അങ്ങനെയൊന്നുമല്ല. ഇത് എന്റെ അമ്മ എനിക്ക് തന്നിട്ട് പോയതാ. വേണമെങ്കിൽ നിങ്ങൾക്ക് ആ അനാഥാലയത്തിൽ അന്വേഷിക്കാം. അവര് കള്ളം പറയില്ലല്ലോ. ഇരിക്കട്ടെ, നീ പറഞ്ഞത് തന്നെയാണ് സത്യം. എന്നാ പിന്നെ ഈ അഡ്രസ്സിലേക്ക് എന്നോ നിനക്ക് കേറി വരായിരുന്നല്ലോ. ഇത്രയും കാലം എവിടെ പോയിരുന്നു? അതൊരു വിശ്വാസമായിരുന്നു. എന്റെ അമ്മ എന്തെങ്കിലും ഒരിക്കൽ എന്നെ തേടി വീണ്ടും എത്തുമെന്നുള്ള വിശ്വാസത്തില് ഞാൻ ഇത്രയും നാള് കാത്തിരുന്നു. ഇപ്പോഴും ഞാൻ ഈ അഡ്രസ്സ് തിരഞ്ഞിറങ്ങി പുറപ്പെട്ടതല്ല. ഞങ്ങളുടെ അനാഥാലയത്തില് ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തിയായെന്നും പറഞ്ഞ് ഇറക്കി വിടും. എന്നാലല്ലേ മറ്റൊരു അനാഥയ്ക്ക് ആ സ്ഥാനം ഒരു ആശ്രയാവൂ. അങ്ങനെ അവിടുന്ന് ഞാൻ എന്റേതായൊരു ജീവിതം കണ്ടെത്താൻ ഇറങ്ങി തിരിച്ചതാ. ഇതമ്മയുടെ അനുഗ്രഹം പോലെ ചേരേണ്ടടുത്ത് ഞാൻ പോലും അറിയാതെ എത്തിച്ചേരുകയായിരുന്നു. ദൈവം എന്നെ ഇവിടെ കൊണ്ടെത്തിച്ചത്.
ഇനിയും ഞാൻ അഭിനയിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഞാൻ ഇവിടുന്ന് പോയേക്കാം. ആഗ്രഹങ്ങളൊക്കെയും മനസ്സിൽ ഉടലെടുക്കുന്ന അടുത്ത ക്ഷണം നിരാശകളായി മാറുന്നത് എനിക്കൊരിക്കലും ഒരു പുതുമയല്ല. കുറച്ചു മുമ്പ് അത്രയേറെ സ്നേഹത്തോടെ ഞാൻ നിന്റെ അമ്മാവനാ മോളെ എന്ന് പറഞ്ഞത് ജീവിതത്തിൽ ഇന്ന് വരെ ആരെയും ബന്ധം കൂട്ടി വിളിക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായിട്ടില്ല. അമ്മയെ നഷ്ടപ്പെട്ട ശേഷം ഇതൊക്കെയാണ് എനിക്ക് ബന്ധങ്ങളായി കൂട്ടിനുണ്ടായിട്ടുള്ളത്. മോളവിടെ നിൽക്കേ. ഈ പാവക്കുട്ടി മോൾക്ക് എവിടുന്നാ കിട്ടി? എന്റെ അമ്മ ചെറുപ്പത്തില് ഏട്ടനൊപ്പം കളിച്ചിരുന്ന പാവക്കുട്ടിയാ. ഓർമ്മയായിട്ട് എന്നെ ഏൽപ്പിച്ചിട്ട് പോയതാ. ഒരു നിമിഷം മോളെ, ഞാൻ ദേ ഇപ്പോ വരാം. ഇത് കണ്ടോ മോളെ, ഞങ്ങൾ ഒരുമിച്ച് കളിച്ചിരുന്ന സമയത്ത് ഇതെന്റെ പാവക്കുട്ടിയായിരുന്നു മോളെ. ഈ കല്യാണ ചെറുക്കന്റെ പാവ എന്ന് ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുക. കല്യാണ പെണ്ണിന്റെ ഈ പാവക്കുട്ടി എന്റെ അനിയത്തിയുടെ കൈ തന്നെ ഉണ്ടായിരുന്നേ. അതെ മോളെ, ഇത് നിന്റെ അമ്മയുടെ കയ്യിലിരുന്നതാ. ഇത് മാത്രം മതി മോളെ, നീ എന്റെ ശാന്തമ്മയുടെ മോളാണെന്ന് തിരിച്ചറിയാൻ. ഇനി എനിക്ക് യാതൊരു സംശയങ്ങളുമില്ല. എന്റെ അനുജത്തെ ശാന്തമ്മ എന്നിൽ നകന്നതിന് ശേഷം ഞാൻ അനുഭവിക്കുന്ന വേദനകൾക്ക് അവസാനമാകട്ടെ ഇത്. എനിക്ക് അവളെ നഷ്ടമായെടുത്ത് നിന്നെ എനിക്ക് ദൈവമായിട്ട് തന്നതാ. നീ ഇവിടുന്ന് പോകരുത്, പോകരുത്.
ഇരിക്കും മോളെ, ഇരിക്കെ ഇരിക്കെ. അമ്മാവൻ അമ്മാവൻ സാരമില്ല മോളെ, ഇരിക്കെ, മോളോട് ഇരിക്കെ. മോൾ അമ്മാവാന്ന് വിളിക്കുമ്പോ എന്റെ ശാന്തമ്മ എന്നെ വല്യേട്ടാന്ന് വിളിക്കുന്ന പോലെ തോന്നുക. എന്റെ ശാന്തമ്മയ്ക്ക് ഞാനും എനിക്ക് അവളും, അതായിരുന്നു ഞങ്ങളുടെ ലോകം. വല്യേട്ട വല്യേട്ട എന്ന് വിളിച്ച് എപ്പോഴും എൻ്റെ ഈ കൈയും പിടിച്ച് നടന്നവളാ. ഒന്ന് കാണാതായ അവിടെ മുഴുവൻ പരതും. ഓർമ്മ വെച്ച നാള് മുതൽ ഞാൻ ഏറ്റവും അധികം കേട്ടതും വല്യേട്ട എന്നുള്ള വിളികളാ. ആ വിളിയിൽ സന്തോഷം മറ്റൊന്നിന്നും എനിക്ക് കിട്ടിയിട്ടുമില്ല. ഇപ്പോഴും എൻ്റെ ശാന്തമ്മ വല്യേട്ട വല്യേട്ട എന്ന് വിളിച്ച് എൻ്റെ പുറകെ നടക്കുന്ന പോലെ എനിക്ക് തോന്നും. എന്ത് ചെയ്യാനാ, ഒരു ദിവസം അവളങ്ങിറങ്ങിപ്പോയി. ഈ വല്യേട്ടന് ശേഷം നിന്റെ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം ഈ പാവക്കുട്ടിയായിരുന്നു. എപ്പോഴും അവള് ഇതിന്റെ കൂടെയായിരുന്നു കളിക്കാൻ. എനിക്കും ഈ പാവക്കുട്ടിയെ ഒത്തിരി ഇഷ്ടം. അതുകൊണ്ടാ അമ്മയുടെ ഓർമ്മ വരുമ്പോഴൊക്കെ ഞാനിതെടുത്ത് നോക്കാറുള്ളത്. ഈ പാവക്കുട്ടിയോട് സംസാരിക്കുമ്പോൾ അമ്മയോട് സംസാരിക്കുന്ന പോലെ തോന്നും. അമ്മേ, വല്ലതും കാണുന്നുണ്ടോ? ഞാൻ ഇവിടെ എത്തണമെന്നല്ലേ അമ്മ ആഗ്രഹിച്ചിരുന്നത്. ഇപ്പൊ അമ്മയ്ക്ക് സന്തോഷായോ? ഞാൻ എന്റെ അമ്മാവന്റെ കൂടെയാ. അമ്മാവൻ അമ്മയോട് എന്തുമാത്രം സ്നേഹമാണെന്നോ. എന്തിനാ ഇത്രയും നല്ല അമ്മാവനിട്ടേച്ച് ഇറങ്ങിപ്പോയേ? എല്ലാം എന്റെ ഭാഗ്യക്കേടാ മോളെ. എന്റെ തലയിലെഴുത്തെന്ന് പറയാം. ഒരു ചെറിയ തെറ്റിദ്ധാരണ കൊണ്ടാ അവൾ ഈ വല്യേട്ടനെയും വല്യേട്ടന്റെ സ്നേഹത്തെയും ഇട്ടെറിഞ്ഞിറങ്ങിപ്പോയത്. അവളുടെ ആ തെറ്റിദ്ധാരണ തിരുത്താൻ എനിക്കൊരു അവസരം പോലും തന്നില്ല അവള്. ഞാനൊരു ദുഷ്ടനാണെന്ന് ഉറപ്പിച്ചാണ് അവൾ ഇറങ്ങിപ്പോയത്. അങ്ങനെയല്ല അമ്മാവ. ഇവിടെ നിന്ന് ഇറങ്ങിയ സമയത്ത് അമ്മയ്ക്ക് അമ്മാവനോട് തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. പിന്നീട് അതൊക്കെ മാറിയിട്ടുണ്ടാവും.